ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആൽഫ വണ്ടിയാണ്. ആൽഫ സ്കൂട്ടറാണ് സംഭവം. അതിന്റെ പിസ്റ്റന്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. സൗണ്ട് എന്താണെന്ന് നിങ്ങളെ കേൾപ്പിച്ചും കൊണ്ട് അതെങ്ങനെ നമുക്ക് ആ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കി എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എഞ്ചിൻ അഴിച്ചിട്ടുണ്ട്. എഞ്ചിൻ അഴിച്ചതിന് ശേഷം നമ്മൾ പുതിയ സിലിണ്ടർ പുതിയ കയറ്റി നിർത്തിയിരിക്കണേ. മറ്റൊരു സിലിണ്ടർ ആയിരുന്നു കംപ്ലൈന്റ്. അതുപോലെ തന്നെ ആ പഴയ സിലിണ്ടറാണ് നിങ്ങൾ ഈ കാണുന്ന. ഇതിൽ സൗണ്ട് വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പിസ്റ്റന്റെ ഈ ഒരു ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്. അതായത് സിലിണ്ടറിന്റെ ഉള്ളിൽ ഈ ഒരു പിസ്റ്റൻ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂവ്മെന്റ് ആവുന്നുണ്ട്. ഇത് നിങ്ങൾ ക്യാമറയിൽ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടുന്നതിനും ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നിന്ന് ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ കിടന്നുണ്ട് പിസ്റ്റൻ ചെറിയൊരു ഷേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പുതിയതാണ്. ഈ പുതിയതിലാണെങ്കിൽ നമ്മൾ എത്ര ഷേക്ക് ചെയ്താലും പിസ്റ്റൻ ഇതിനുള്ളിൽ കിടന്ന് ഷേക്ക് ആവത്തില്ല. അപ്പൊ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഷേക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു സാധനത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ളൊരു സൗണ്ട് ഉണ്ടാവാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിസ്റ്റനെ ഊരിട്ട് ജസ്റ്റ് കാണിച്ചിട്ടാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഈ ഒരു പിസ്റ്റന്റെ ഈ ഒരു സൈഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ട്. അതായത് സ്ക്രാച്ച് വീണിട്ടുണ്ട്. ഈ ഒരു സ്ക്രാച്ച് വീണത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ലൂസ് കോണ്ടാക്ട് ഇവിടെ ഉണ്ടാവുന്നത് അതിനുള്ളിൽ. അതുപോലെ റിങ്ങിന്റെ തേയ്മാനങ്ങളൊക്കെ ഉണ്ടായാലും ഇതേ കണക്ക് വരാറുണ്ട്. അപ്പൊ ഈ ഒരു സൗണ്ടിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു സിസ്റ്റം തന്നെയായിരുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.